ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ് ശിശോരൻ. എല്ലാവർക്കും ടെക് കോർണർ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് നോർമൽ എനർജി മീറ്റർ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള എനർജി മീറ്ററും സ്മാർട്ട് എനർജി മീറ്ററും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും ആ പഴയ എനർജി മീറ്റർ തന്നെയാണ്. പക്ഷേ ഒട്ടുമിക്ക എല്ലായിടത്തും സ്മാർട്ട് എനർജി മീറ്ററായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിലും ഇപ്പോഴും അതായത് പൈലറ്റ് അടിസ്ഥാനത്തിൽ പലയിടത്തും സ്മാർട്ട് എനർജി മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലായിടത്തും ഓൾറെഡി സ്മാർട്ട് മീറ്റർ ആയി കഴിഞ്ഞു. ഇപ്പം ഡൽഹി, UP, ഹരിയാന, ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയയൊക്കെ എടുത്ത് നോക്കിയാലും ഇവിടെയൊക്കെ സ്മാർട്ട് എനർജി മീറ്റേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാലക്രമേണ നമ്മുടെ കേരളത്തിലും സ്മാർട്ട് എനർജി മീറ്ററായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ടെക്നോളജിയൊക്കെ വന്നതാണ്. നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ആവാൻ ലേറ്റായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം, ഓൾറെഡി ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും സംശയങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്മാർട്ട് എനർജി മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധിക പൈസ ചിലവാകും, നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ വാസ്തവം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമുക്കൊരു ഇംഗ്ലീഷ് ചാനൽ കൂടിയുണ്ട്, ടെക് കോർണർ ഇംഗ്ലീഷ്. അതുകൂടെ കയറി നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഒരു എനർജി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. അതൊരു നമ്മുടെ വൈദ്യുതിയുടെ കൺസംഷൻ അളക്കുവാൻ വേണ്ടി നമ്മൾ എത്ര വൈദ്യുതി ഉപയോഗിച്ചു എന്ന് മെഷർ ചെയ്യുന്ന ഡിവൈസാണ്. നമുക്ക് വീട്ടിലൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലൊരു KSEB നിന്ന് മീറ്റർ റീഡർ വരികയും മീറ്റർ റീഡിങ് വന്നിട്ട് കഴിഞ്ഞ മാസം എത്രയായിരുന്നു റീഡിങ്, ഇപ്പോഴത്തെ റീഡിങ് എത്രയാണോ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര നമ്മൾ ഉപയോഗിച്ചു എന്ന് കണക്കാക്കുകയും അതിനുശേഷം സ്ലാബ് അനുസരിച്ചിട്ട് ഒരു വൈദ്യുതി ചാർജ് നമുക്ക് ബില്ലടിച്ച് തരികയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു മാനുവൽ ഇൻ്റർവെൻഷൻ ഉണ്ട്. അതൊരാൾ വരണം, മാനുവലി ഫിസിക്കലി ഒരാൾ വരണം, ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ആ വാല്യൂ റീഡിങ് എടുക്കുമ്പോൾ എന്തെങ്കിലും നമ്പേഴ്സ് മാറാം, ക്ലിയർ ആയിട്ട് കാണാതിരിക്കാം, അത് ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോവാം. അപ്പം അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് എറേഴ്സ് ഉണ്ടാകും. അപ്പം എന്നിങ്ങനെ കുറേ മാനുവൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ മീറ്റർ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഡെയിലി കണ്ടുവരുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇനി സ്മാർട്ട് മീറ്ററിലേക്ക് വരുമ്പോൾ എന്താ സംഭവം? സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്ന പേര് വളരെ സ്മാർട്ടാണ്. അവിടെ നമുക്ക് അത് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് മാറിക്കാം. ഡീറ്റെയിൽ വിത്ത് അഡ്വാൻസ് ഫീച്ചേഴ്സാണ്. അതിനകത്ത് നമുക്ക് ഓരോ ആപ്പുകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ റിയൽ ടൈം ട്രാക്കിംഗ് ആണ്. നമ്മൾ ഇപ്പം എത്ര കൺസ്യൂം ചെയ്തു, ഇപ്പോൾ എത്ര യൂണിറ്റ് യൂസ് ചെയ്തു, എത്ര പവർ നമ്മൾ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ഈവൻ നമ്മുടെ സപ്ലയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി പ്രൊവൈഡർ ആയിട്ടുള്ള ഇപ്പോൾ KSEB അവരുടെ സെർവറുമായിട്ട് ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് നമ്മളിപ്പോൾ എത്ര കിലോ വാട്ട് എടുക്കുന്നുണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇത് നോർമലി സ്മാർട്ട് മീറ്റർ കണ്ടുവരുന്നത് പ്രീപെയ്ഡ് മീറ്റർ ആയിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ റീചാർജ് ചെയ്യണം. നമ്മളിപ്പം കേരളത്തിൽ നമ്മളിപ്പം നോർമൽ മീറ്ററിൽ എങ്ങനെയാണ്, നമ്മൾ 2 മാസം ഉപയോഗിക്കുന്നു, ബില്ല് വരുന്നു, പൈസ അടയ്ക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ആദ്യമേ പൈസ അടയ്ക്കുന്നു, അതനുസരിച്ചിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ 1000 രൂപ റീചാർജ് ചെയ്യുന്നു, 1000 രൂപ കുറഞ്ഞു വരുന്നു, അത് 0-ലോ -ലോ അല്ലെങ്കിൽ എത്രയാവോ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് പോവുക. അപ്പോൾ ഇതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് റിയൽ ടൈമായിട്ട് കണക്റ്റഡ് ആണ്, റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ ഒരു മാനുവൽ എററോ ഒരാളെ വിടുക എന്നീ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഒരു മീറ്റർ റീഡറെ ഇങ്ങനെ വിടുക എന്ന് പറയുന്നത് ഒരു അധിക ചിലവ് കൂടെയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച്. ഇത്രയും വേറെ സാലറി കൊടുക്കുക, അത്രയും ചിലവുകൾ നോക്കുക, പിന്നെ അവിടെ മൂലം ഉണ്ടാകുന്ന എററുകൾ പരിഹരിക്കാനൊരു എഗെയിൻ സമയം പോവുക, ടൈം നോക്കിയാലും ഫിനാൻഷ്യലി നോക്കിയാലും ഒക്കെ നഷ്ടങ്ങളാണ്. പക്ഷേ സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാകും. അതായത് ഈ ആളൊന്നും വേണ്ട, ഈ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് എല്ലാം നടന്നുകൊണ്ടിരിക്കും. ഒരു സിസ്റ്റം പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിൽ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ മീറ്ററിൽ നിങ്ങൾ ഈ കംപ്ലയിൻറ്റ് പറയുമ്പോൾ അവർ റിമോട്ട്ലി അത് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതിലെന്താണ് കംപ്ലയിൻറ്റ് എന്ന്. എന്നിട്ട് അതിനുശേഷം പ്രോബ്ലം അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഈവൻ ഫിസിക്കലി ആ ഹാർഡ്വെയർ മീറ്ററുകളും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു വ്യക്തി വന്ന് ചെയ്യേണ്ട കാര്യമേ വരുന്നുള്ളൂ. അപ്പോൾ എന്നീ ഗുണങ്ങളും ഉണ്ട്. ഇത് കൂടാതെ ഇതിനൊരു ഓവർലോഡ്, ഓട്ടോമാറ്റിക് ഓവർലോഡ് ട്രിപ്പിംഗ് ഉണ്ടാകും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ സാങ്ഷൻ ലോഡ് അല്ലെങ്കിൽ കണക്റ്റഡ് ലോഡ്, സാങ്ഷൻ ലോഡ് ഒരു 4 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ 4 കിലോ വാട്ട് കൂടുതൽ ലോഡ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ട്രിപ്പായി മാറും. അപ്പോൾ ഇതുമൂലം ഗ്രിഡിൻ്റെ എഫിഷ്യൻസി ഇവർക്ക് കൂട്ടാൻ സാധിക്കും, ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ എങ്ങനെ കണ്ടുവരുന്നത്, ഇപ്പോൾ നമ്മുടെ പലരും നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു ലോഡായിരിക്കാം, അതിനുശേഷം നമ്മൾ പുതിയ ഉപകരണങ്ങൾ ഫ്രിഡ്ജായാലും AC കളാണെങ്കിലും ഒക്കെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മൾ KSEBിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിയമമെങ്കിൽ പോലും നമ്മൾ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അപ്പം അവിടെ എന്തായിരിക്കും, ആ ഒരു ഏരിയയിലെ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്ര വീടുകൾക്ക്, അതായത് ഈ കിലോ വാട്ടൊക്കെ അനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയിലായിരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് 4 കിലോ വാട്ടാണ് നിങ്ങളെ കിട്ടേണ്ട സാങ്ഷൻ ലോഡ്, പക്ഷേ നിങ്ങൾ 8 കിലോ വാട്ട് വരെ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമർ എത്രയാണോ കൊടുക്കാൻ സാധിക്കുന്നത് അതിൽ കൂടുതൽ വൈദ്യുതി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ലോസസ് ഉണ്ടാവുകയും ട്രാൻസ്ഫോമറിന് കേടുകൾ ഉണ്ടാവുകയും തീപിടുത്തവും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർക്ക് അവിടെ ഒരു പ്രോപ്പർ എഫിഷ്യൻറ്റ് സിസ്റ്റം, അതായത് കുറച്ചുകൂടെ ഒരു സിങ്ക്രണസ് അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ ആക്കിയെടുക്കാനും ഈ സ്മാർട്ട് എനർജി മീറ്റർ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് 4 കിലോവാട്ട് ആണ്, 4 കിലോവാട്ട് കൂടുതൽ നിങ്ങളെടുത്ത് ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവും. വീണ്ടും നിങ്ങൾ ലോഡ് ഓഫ് ചെയ്ത് കുറച്ചിട്ട് ശേഷം അത് റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എത്രയാണ് അലോട്ടഡ് ഇത് നിങ്ങൾക്ക് അത്രയുമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് നിങ്ങളുടെ ലോഡ് കൂട്ടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്നീ കാര്യങ്ങൾക്കൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രിഡിനെ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റിയെ സംബന്ധിച്ച് വളരെയധികം ലാഭമായ കാര്യങ്ങളാണ് ഇതെല്ലാം. അതായത് ഒന്ന് പ്രോപ്പറായിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും, പിന്നെ ഒരു ആൾക്കാരെ കുറയ്ക്കാൻ സാധിക്കും, മീറ്റർ റീഡിങ് വേണ്ട, പിന്നെ മാനുവലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സാധിക്കും. പിന്നെ ഇപ്പം നമുക്ക് മീറ്റർ റീഡിങ്ങിൽ പേപ്പർ ബില്ലൊക്കെ ഉണ്ടാകുന്നുണ്ട്, അപ്പം പേപ്പറിൻ്റെ ആവശ്യങ്ങൾ കുറയും. അപ്പോൾ എൻവയോൺമെൻറ്റായിട്ടും കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അതായത് അത്രയും പേപ്പർ യൂസും കൂടെ കുറയുക എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പരമായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ഇനി കൺസ്യൂമറുമായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയാലോ, ലാഭങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്തു, പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ 1000 രൂപ തീർന്നു പോയി എന്ന് വെക്കുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈദ്യുതി ഉപയോഗം കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും നമുക്ക് എന്താണെന്ന് എന്തെങ്കിലും എവിടെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, ഏതെങ്കിലും ചുമ്മാ ഓണാക്കി ഇടുന്നുണ്ടോ, നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് കുറയ്ക്കാനുള്ളൊരു ഇത് ഉണ്ടാവും. പക്ഷെ മറ്റേതെങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കും 2 മാസം ബില്ല് വരുമ്പോഴാണ് നമ്മൾ ഷോക്ക് അടിക്കുക, അല്ലേ, ഇത്ര രൂപ നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് റിയൽ ടൈമായിട്ട് അറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉപയോഗം കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ എങ്കിലും നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ അനാവശ്യമായി കളയുന്നതൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ നമുക്കും ലാഭം, വൈദ്യുതി കമ്പനികൾക്കും ലാഭമുണ്ട്. ഇതുപോലെ എനർജി സർപ്ലസ് ഇപ്പോൾ ഈ ചൂടത്തൊക്കെ എനർജിയുടെ കുറവുകൾ ഉണ്ടാകുമ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നു. പിന്നെ റീചാർജിങ് ആണെങ്കിലും റിയൽ ടൈം ട്രാക്കിംഗ് ആണെങ്കിലും ഒക്കെ നമുക്കിത് കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടും നല്ല കാര്യം തന്നെയാണ്. അതായത് നമുക്ക് എത്ര രൂപ യൂസ് ചെയ്തു, എത്രയാണ് ബാലൻസ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഇൻവോൾവ്മെൻറ്റോ മാനുവൽ എറേഴ്സോ ഒന്നുമില്ല. എത്രയാണോ ഇതിൻ്റെ റെഡി ആയിട്ടുള്ളത് അത് അതുപോലെ തന്നെ നടക്കും. പിന്നെ ഈ TOD മീറ്ററിങ് പറയുന്നുണ്ട് എല്ലാവരും. അതായത് നമ്മൾ വൈകുന്നേരം ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം ചാർജ് കൂടുതലുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ഓരോ അതോറിറ്റി, ഇപ്പോൾ KSEB ആണ് തീരുമാനിക്കുക അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. പക്ഷേ ഈയിടെ ഞാൻ KSEBയുടെ ഒരു പോസ്റ്റും കാണുകയുണ്ടായി, ഇതുപോലെ ഈ സമയങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വൈദ്യുതി ചാർജുകൾ കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ എനിക്കറിയില്ല അങ്ങനെ ഇത് കേരളത്തിൽ ഈ പഴയ മീറ്ററിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഇവൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. കാരണം അവിടെ നമുക്ക് ഇന്ന സമയത്തിന് ഇത്ര കൺസംഷൻ ഒന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓൾറെഡി സ്മാർട്ട് മീറ്റർ അല്ല, പഴയ മീറ്ററിൽ തന്നെ ഈ TOD ഇംപ്ലിമെൻറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ. സ്മാർട്ട് മീറ്ററിൽ TOD വന്നേക്കാം, അതും നമ്മുടെ ഗ്രിഡ് ഇവർ തീരുമാനിക്കുന്നതിലിരിക്കും. KSEBയും സപ്ലൈ അതോറിറ്റിയൊക്കെയാണ് അതായത് ഇന്ന രാത്രി ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ചാർജ് എടുക്കണം എന്നൊക്കെ പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആണ്. പക്ഷേ അതങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതും ഇതുവരെ നമ്മുടെ കേരളത്തിലൊരു അങ്ങനെ റൂളൊന്നും ഞാൻ കണ്ടിട്ടില്ല, എങ്ങനെയാണെന്നൊന്നും ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നോർമൽ ഒരു സ്മാർട്ട് മീറ്ററും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്